സമയം പുലർച്ചെ 2 മണി. നാട്ടുകാരെല്ലാം നല്ല ഉറക്കം പിടിക്കുന്ന സമയം. അപ്പോഴാണ് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപം പ്ലാവൂരിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഉഗ്ര ശബ്ദം കേൾക്കുന്നത്. വീട്ടുകാർ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ വീടിന് മുന്നിൽ വലിയ തീപിടുത്തം. പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തി ചാമ്പലായ നിലയിൽ. പ്ലാവൂർ സ്വദേശി ശരത്തിൻ്റെ ബൈക്കാണ് കത്തി നിലയിൽ കണ്ടെത്തിയത്. തീപിടുത്തത്തിൽ വീടിൻ്റെ ജനാല ചില്ലുകൾ. തിരുവനന്തപുരം ജില്ലയിൽ അടുത്തിടെയായി വീടുകൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ കത്തിക്കുന്ന സംഭവം തുടരുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ 5ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ തീവച്ച് നശിപ്പിച്ചിരുന്നു. കാട്ടാക്കടയ്ക്ക് സമീപം പ്ലാവൂർ പാപ്പനത്ത് ശരത്തിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിനാണ് ഒടുവിൽ തീവച്ചത്. പുലർച്ചെ 2:30യോടെയാണ് വാഹനം കത്തിയ നിലയിൽ കണ്ടത്. 2:30 ഈ സംഭവം. ഇവിടെ ഗ്ലാസ് പൊട്ടി ഭാഗത്ത് ചൂടെടുത്ത് പണി ചേച്ചി കണ്ടത്. അങ്ങനെ എന്നെ വിളിച്ച ടൈമിൽ മൊത്തം കത്തി ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം തീരും. ശരത്ത് 3 മാസങ്ങൾക്ക് മുമ്പാണ് ലോൺ എടുത്ത് ബൈക്ക് വാങ്ങിയത്. 1 ലക്ഷത്തിലേറെ വിലയുള്ള വാഹനം ഫിനാൻസ് വ്യവസ്ഥയിലാണ് എടുത്തിരിക്കുന്നത്. ശരത്തിന്റെ ബന്ധുവിന്റെ വീടിന് മുന്നിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. തീപിടുത്തത്തിൽ വീടിന്റെ ജനാല ചില്ലകളും നശിച്ചു. ഉടൻ തന്നെ പ്രദേശവാസികൾ സ്ഥലത്തെത്തിയതിനാൽ തീ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചില്ല. മുൻവൈരാഗ്യമുള്ള ആരെങ്കിലുമാണോ കൃത്യം ചെയ്തതെന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ശരത്തിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്തെ CCTV ദൃശ്യം ശേഖരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം.